ഹായ് ഹലോ. അപ്പോൾ നമുക്ക് കമ്പാരിസൺ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ കമ്പാരിസൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് സാലറി, പിന്നെ നമ്മളെ വർക്ക് സൈറ്റ് സേഫ്റ്റി, വർക്ക് ലോഡ്, പ്രഷർ, സ്ട്രെസ്സ്, ഫാമിലി ലൈഫ്, കിഡ്സിൻ്റെ സേഫ്റ്റി, എഡ്യൂക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മുടെ എക്സ്പെൻസസും. സാലറി പറയുമ്പോൾ അതിൻ്റെ കൂടുതൽ തന്നെ എക്സ്പെൻസസും പറയാം കേട്ടോ. കാരണം സാലറി മാത്രം നോക്കിയിട്ട് നമ്മളൊരു രാജ്യം ചൂസ് ചെയ്യരുത്, അവിടുത്തെ എക്സ്പെൻസും കൂടെ നോക്കണം. സാലറി കിട്ടുന്നതിനേക്കാളും കൂടുതൽ അവിടെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ പിന്നെ അതിൽ കാര്യമില്ലല്ലോ. നാട്ടിൽ 8 hours ഷിഫ്റ്റാണ് അല്ലെങ്കിൽ 12 hours ഷിഫ്റ്റാണ് കേട്ടോ വരുന്നത് അല്ലേ. പിന്നെ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ആവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് കൂടുതൽ റെസ്റ്റിംഗ് ആയിട്ടുള്ളതൊന്നുമില്ല. കണ്ടിന്യൂസ് ഷിഫ്റ്റുകൾ ചിലപ്പോൾ ഇടാറുണ്ട് അല്ലേ. 4ഉം 5ഉം കണ്ടിന്യൂസ് ഷിഫ്റ്റ് ഇടാറുണ്ട്. നമ്മുടെ റെസ്റ്റ്, നമുക്ക് കുറച്ച് സ്ട്രെസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ റെസ്റ്റ് എടുക്കട്ടെ, അങ്ങനത്തെ മെൻറ്റാലിറ്റി ഒന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. അതിൽ തന്നെ നമുക്ക് കയ്യിൽ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 20 to 30K 20,000 മുതൽ 30,000 ഉള്ളിലുള്ള ഒരു പേയ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. നൈറ്റ് ഉണ്ടാവും, നൈറ്റ് ഓഫ് ഉണ്ടാവും. നമുക്ക് ചൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഏത് ഡേയ്സ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ഡേ മാത്രം പറ്റത്തില്ല, നൈറ്റ് മാത്രം. അങ്ങനെയൊന്നും പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ രണ്ടും എടുക്കണം. നാട്ടിലൊരു സിസ്റ്റം അനുസരിച്ച് അങ്ങനെയാണ്. ഗൾഫ് കൺട്രീസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 hours ഷിഫ്റ്റാണ്, 4 days ആണ് ഒരു വീക്കിൽ ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ വീക്കെൻഡൊക്കെ അതിനകത്ത് ഉൾപ്പെടും കേട്ടോ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ മാനേജർ ആയിരിക്കും ഡേയും നൈറ്റും ഒക്കെ ഇടുന്നത്. നമുക്ക് ഓഫും അല്ലെങ്കിൽ ഡേ ഒക്കെ റിക്വസ്റ്റ് ചെയ്യാം. ഇന്ന ദിവസം എനിക്ക് ഡേ തരാമോ, ഇന്ന ദിവസം നൈറ്റ് തരാമോ എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യാം ആസ് യൂഷ്വൽ, നാട്ടിലെ പോലെ തന്നെ. പിന്നെ ഇവിടെ നൈറ്റ് മാത്രം എടുക്കുന്നത്, ഡേ മാത്രം എടുക്കുന്നത് അങ്ങനെ പോസിബിൾ, വളരെ റെയറായിട്ട് മാത്രമേ പോസിബിൾ. നമ്മളെ ജീവിത സാഹചര്യം അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം അവരങ്ങനെ ചെയ്യാം. നൈറ്റ് ഓക്കെ, പക്ഷെ ഡേ മാത്രം എടുക്കുന്ന നഴ്സസ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ. പിന്നെ ശമ്പളം എന്ന് പറയുന്നത് ഗൾഫ് കൺട്രീസിൽ, എസ്പെഷ്യലി UAE ദുബായിലും ഷാർജയിലൊക്കെ ആണെങ്കിൽ 5,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. 5,000 ദിർഹംസ് ആണ് കേട്ടോ. 5,000 ദിർഹംസ് to 6,000 ദിർഹംസ് ആണ് ഒരു ആറെണ്ണായിട്ട് കയറുന്ന ആൾക്ക് സ്റ്റാർട്ടിങ്ങിൽ മന്ത്ലി പേയ്മെൻറ്റ്. ആ പൈസയ്ക്ക് ടാക്സ് ഇല്ല കേട്ടോ. അത്രയും എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടും. അതിന് പുറമേ ആയിട്ട് ഇയർലി നമ്മൾ നാട്ടിൽ പോകുമ്പം ടിക്കറ്റ് ഫെയർ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ പോയാലും ഇല്ലെങ്കിലും ഒക്കെ 2,000 ദിർഹംസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. പിന്നെ നമ്മുടെ പൈസ ഇൻക്രീസ് ചെയ്യും. അത് എപ്പോഴാന്ന് വെച്ചാൽ ഓരോ ഇയർ കഴിയുന്നതിനനുസരിച്ച് 1,000 ദിർഹംസ് 2,000 ദിർഹംസ് ഇൻക്രിമെൻറ്റ് നമുക്ക് കിട്ടും കേട്ടോ. ഞങ്ങളെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സാലറിയും കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഗൾഫ് കൺട്രീസിലുള്ളത്. പിന്നെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു 30 ദിവസം ആനുവൽ ലീവ് ഉണ്ടല്ലോ. ഈ ആനുവൽ ലീവ് നമ്മൾ നാട്ടിൽ പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് തരും കേട്ടോ. പോയാൽ ഓക്കെ, പോയാൽ നമുക്ക് പേയ്മെൻ്റ് ഉണ്ട്, അതായത് ആനുവൽ ലീവിൻ്റെ പൈസ ഉണ്ട് സാലറിയോട് കൂടിയിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ആനുവൽ ലീവ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ്, അതിനൊരു പേയ്മെൻ്റ് ഉണ്ട്. അപ്പം ലീവിൻ്റെ പൈസയുണ്ട്, അല്ലാതെ ഒരു പൈസയുണ്ട്. അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടെ അവിടെ ഉണ്ട് കേട്ടോ. UK എന്ന് പറയുന്നത് 12 hours ഷിഫ്റ്റ് ആണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അത് 13 hours ഷിഫ്റ്റാണ്. 1 hour നമ്മളെ ബ്രേക്ക് ടൈമാണ് കേട്ടോ. മോർണിംഗിൽ, ഉച്ചക്കത്തെ, ഈവനിങ്ങിലെ ബ്രേക്ക് ടൈമാണ്. ആക്ച്വലി ബ്രേക്ക് ടൈം കൂടുതലാണ്. ഷിഫ്റ്റ് നമുക്ക് 12 hours വരുന്നില്ല, അതിലും കുറവാണ് വരുന്നത്. ബ്രേക്ക് ടൈം ആണ് 1 hour വരുന്നത്. പക്ഷെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ 3 ദിവസം എല്ലാ ആഴ്ചയും ചെയ്യുമ്പോൾ മാസത്തിൽ ഒരാഴ്ച 4 ദിവസം ചെയ്യണം. അപ്പോൾ കുറച്ച് അവേഴ്സ്, ഒരു 4 hours എക്സ്ട്രാ വരും. അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് അതുപോലെ കയറും കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ജോലി ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ശമ്പളം കിട്ടും എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് ഇരിക്കുന്നത്. നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ശമ്പളം കിട്ടും. നിങ്ങൾക്ക് കുറച്ച് ജോലി ചെയ്താൽ മതിയെങ്കിൽ അത്ര ശമ്പളമേ കിട്ടുകയുള്ളൂ. ഇനി മന്ത്ലി നമുക്ക് ഒരു 1,80,000 മുതൽക്ക് 2 ലക്ഷം, 2.5 ഒന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ 2.40, 2.30 വരെയൊക്കെ പോകും. അത്രയും പൈസ നമ്മുടെ കയ്യിൽ ഒരു മന്ത്ലി കിട്ടും. അപ്പോൾ കൂടുതൽ നൈറ്റ് എടുക്കുവാണെങ്കിൽ കൂടുതൽ പൈസ കിട്ടും. കൂടുതലായിട്ട് ഡ്യൂട്ടി ചെയ്തിട്ട് ആഴ്ചയിൽ 3 ദിവസമല്ലേ ഷിഫ്റ്റ് ഉള്ളൂ, ആഴ്ചയിൽ 5 ദിവസമൊക്കെ ഷിഫ്റ്റ്, അതായത് എക്സ്ട്രാ ഷിഫ്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് പൈസ കിട്ടും.
ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ടയേർഡാകും. കാരണം റെസ്റ്റ് ടൈം വളരെ കുറച്ചേ ഉള്ളൂ. 15 മിനിറ്റൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം കിട്ടുന്നുള്ളൂ. അപ്പോൾ റെസ്റ്റ് ടൈം വളരെ കുറച്ചുള്ളൂ. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അങ്ങനെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ജോലി ചെയ്യുന്നത് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ശമ്പളം കിട്ടും. ബാങ്ക് എക്സ്ട്രാ ഒക്കെ എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റും, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. ഇതൊക്കെ ടാക്സും ഇതിനകത്തൊക്കെ പോകും കേട്ടോ. ഇനി ഏജൻസി ഷിഫ്റ്റ് ഉണ്ട്. അത് നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് വേറെ ഓൾഡ് ഏജ് ഹോമുകളിൽ പോയിട്ടൊക്കെ നമുക്ക് വേറെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ആഴ്ചയിൽ 20 മണിക്കൂർ നമുക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പം നമ്മളങ്ങനെ വേറെ സ്ഥലത്ത് നമ്മൾ ഓൺ റിസ്കിൽ വേറെ സ്ഥലങ്ങളിലോ നമ്മുടെ ഹോസ്പിറ്റലുകളിലോ പോയിട്ട് ചെയ്യാൻ പറ്റും. 20 hours നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കൂടുതൽ കിട്ടും കേട്ടോ. നമുക്ക് പൈസയ്ക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലും ഇല്ല, ഗൾഫ് കൺട്രീസിലും ഇല്ല.